പിന്നെ പുള്ളി അത് കഴിഞ്ഞിട്ടാണ് ഒരു ഭൂതക്കണ്ണാടിയാണ് പുള്ളി സംവിധായകനാവുന്നത്. അതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ലോഹിതദാസൻ നാഷണൽ അവാർഡ് കിട്ടുന്ന ഭൂതക്കണ്ണാടിയാണ്. അതായത് പുള്ളി സ്ക്രിപ്റ്റ് എഴുതിയിട്ടും എനിക്ക് തോന്നുന്നു മികച്ച കഥയ്ക്കുള്ള തനിയാവർത്തനത്തിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അധികം പുരസ്കാരങ്ങൾ സംസ്ഥാന തലത്തിൽ ലോഹിതദാസിന് കിട്ടിയിട്ടില്ല. പക്ഷെ നാഷണൽ അവാർഡ് ഭൂതക്കണ്ണാടിക്ക് കിട്ടി, സ്റ്റേറ്റ് അവാർഡും ഭൂതക്കണ്ണാടിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഭൂതക്കണ്ണാടിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പക്ഷെ സംവിധായകനായപ്പോൾ പറ്റിപ്പോയത് അതുവരെ ഒരു വർഷം മിനിമം 2 സിനിമയൊക്കെ എഴുതിയിരുന്ന ഒരാളാണ്. സംവിധായകനായപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു തിരക്കായി മറ്റ് സംവിധായകർക്ക് വേണ്ടി എഴുത്ത് കുറഞ്ഞു. ഇപ്പൊ 97 ഭൂതക്കണ്ണാടി സംഭവിക്കുന്നു, 2009 ലോഹിതദാസ് മരിക്കുന്നത്. അതിന് മുമ്പ് അവസാനത്തെ സിനിമ 2007 നിവേദിയാണ്. ഈ ഒരു 10 വർഷത്തിന്റെ ഗ്യാപ്പിലിടയ്ക്ക് എനിക്ക് തോന്നുന്നു സത്യൻ അന്തിക്കാടിന് വേണ്ടിയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എഴുതി കൊടുത്തത്. അതായത് വേറൊരു സംവിധായകന് സ്വന്തമായിട്ട് സംവിധായകനായ ശേഷം വേറൊരു സംവിധായകന് എഴുതി കൊടുത്തത് സത്യൻ അന്തിക്കാടിനാണ്. അത് അവര് തമ്മിൽ വേറൊരു ആത്മബന്ധമുണ്ട്. ലോഹിതദാസിന്റെ ഭാര്യ ഈ അടുത്ത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, സിബി മലയിലായിട്ടാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത്, സത്യൻ അന്തിക്കാടിനായിട്ടാണ് പക്ഷെ വളരെ ഒരു പേഴ്സണൽ ബന്ധമുണ്ട്. അതായത് അവരെ തമാശയ്ക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ കോളേജ് പിള്ളേരെ പോലെയാണ് അവർ തമാശയൊക്കെ പറഞ്ഞ് നടന്ന്. കാരണം ഇതേപോലെ ലോഹിതദാസിന്റെ ഒരു ഈ ചകോരം എന്ന് പറയുന്ന സിനിമ, ഈ പറയുന്ന ലോഹിതദാസിന്റെ ഒരു അസോസിയേറ്റിന്റെ MA വേണുവിന്റെ സിനിമ, ആ സിനിമ ശരിക്കും അന്ന് ഫ്ലോപ്പായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചകോരം ഇറങ്ങിയ സമയത്ത് എന്തോ ഒരു സമരോ ഹർത്താലോ അങ്ങനെ കുറച്ച് ദിവസം എന്തോ ഒരു ഇഷ്യൂ സമയത്താണ് ചകോരം ഇറങ്ങുന്നത്. തിയേറ്ററിൽ ഫ്ലോപ്പായി. ചകോരം ഫ്ലോപ്പായത് ലോഹിതദാസിന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ പുള്ളിത്തൊരു ഡെസ്പോക്ക് അടിച്ചിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് സത്യൻ അന്തിക്കാടിനും ആ സമയത്ത് അധികം ഹിറ്റുകളില്ല. സത്യൻ അന്തിക്കാട് ശരിക്കും തലയണ മന്ത്രം എന്ന് പറയുന്ന സിനിമ 90-ന് ശേഷം പിന്നെ കുറേ സിനിമകൾ ഉണ്ടെങ്കിലും അതൊന്നും അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ അല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പിൻഗാമി അല്ലെങ്കിൽ ലോഹിതദാസിനായിട്ട് തന്നെ കനൽക്കാറ്റ് എന്ന് പറയുന്ന സിനിമ ചെയ്തു, മമ്മൂക്കയുടെ സിനിമ ചെയ്തു, ഇപ്പോ മൈ ഡിയർ മുത്തശ്ശൻ, കുറെ സിനിമകളൊന്നും അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടില്ല. ആഘോഷിക്കുന്ന പടങ്ങൾ അപ്പൊ ബ്ലോക്ക് ബസ്റ്റർ പോലെ. ശരിക്കും സന്ദേശം എന്ന തിയേറ്ററിൽ വൻ വിജയമല്ല. സന്ദേശം ഒന്നും അങ്ങനെ ഒരു നാടോടിക്കാറ്റ് പോലെ അന്ന് തിയേറ്ററിൽ ആഘോഷിച്ച സിനിമയല്ല. അപ്പൊ സത്യൻ അന്തിക്കാടിനും ഇത്തിരി ക്ഷീണത്തിലിരിക്കുകയാണ്, ലോഹിതദാസും ക്ഷീണത്തിലിരിക്കുകയാണ്. അപ്പൊ ലോഹിതദാസിന് ആ സമയത്ത് എന്തോ വീട് പണി നടക്കുകയോ അങ്ങനെ എന്തോ പൈസയ്ക്കോ ആവശ്യമുണ്ട്. സത്യൻ അന്തിക്കാട് വന്നിട്ട് പറഞ്ഞു ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് അഡ്വാൻസ് എന്തോ കൊടുത്തു. ആ അഡ്വാൻസ് അന്ന് ലോഹിതദാസിന് വളരെ ആവശ്യമായിരുന്നു. പിന്നെ ഇവർ ഒരുമിച്ച് നമുക്കൊരു സ്ക്രിപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നും കഥ അവിടെ നിന്ന് കിട്ടണില്ല എന്ന് പറഞ്ഞ് ഇവർ ഒരുമിച്ച് പോണ്ടിച്ചേരിക്കോ എവിടെയോ പോയി. അങ്ങനെ ഇവർ പോയി അവിടെ കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ തൂവൽ കൊട്ടാരത്തിന്റെ കഥ. സത്യൻ അന്തിക്കാടിന്റെ തൂവൽ കൊട്ടാരം വളരെ ബ്രേക്കായി. ജയറാമിനും നമ്മൾ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജയറാമിന് ഒരു സോളോ ഹീറോ, അതിനു മുമ്പ് മേലെപ്പറമ്പിൽ ആൺവീടും, അനിയൻ ബാവ, ചേട്ടൻ ബാവയെ, പുതുക്കോട്ടയിലെ മുടമാതവാണ്, ഇങ്ങനെ കുറെ സിനിമകളുണ്ട്. പക്ഷെ ജയറാമിന് ഒരു സോളോ ഹീറോ ആയിട്ട് ഒരു മാർക്കറ്റ് വാല്യൂ വരുന്ന ഒരു സിനിമ തൂവൽ കൊട്ടാരമായിരുന്നു. അതിന് എനിക്കൊന്ന് ക്രിട്ടിക്സ് അവാർഡ് എന്തൊക്കെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ജയറാമിന്. ഒടിലോണി കൃഷ്ണന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മഞ്ജു വാര്യർ ആദ്യമായിട്ട് ഡബ് ചെയ്തത് ആ സിനിമയ്ക്കാണ്, സല്ലാപം കേട്ട് ചെയ്തത്. അപ്പോൾ ലോഹിതദാസിന്റെ സിനിമകളിലൂടെ അതായത് ശരിക്കും ലോഹിതദാസ് ഒരു രക്ഷകൻ തന്നെയായിരുന്നു.